ഹായ്. അപ്പം നമ്മുടെ പുരയുടെ കൃഷിക്ക് തുടക്കമായി കേട്ടോ. അപ്പം എല്ലാവരും ചോദിച്ച് എങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന്. അപ്പം നമുക്കിവിടെ ട്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്യാനുള്ള സാമ്പത്തികമൊന്നുമില്ല, അതിനൊക്കെ നല്ല റേറ്റാവും. അപ്പം നമ്മളിതുപോലെ ഹോളിട്ടിട്ടേ ഇങ്ങനെ ഓസ് വെച്ച് ഇങ്ങനെ അങ്ങ് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പം ഇന്ന് വിത്ത് നട്ട് തുടങ്ങാനാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടി ആദ്യമേ വെള്ളം ഒഴിച്ചിടാം, പിന്നീട് ഇതിൽ വിത്ത് നട്ട് തുടങ്ങാം. കണ്ടോ, ഇതുപോലെ നല്ല കോഴ്സിനാണ് വരുന്നത്. അതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ ഈ തന്നെ ഉണ്ട് കേട്ടോ വിത്തല്ല. അതുകൊണ്ട് ആദ്യമേ കൊത്തമര നട്ടു തുടങ്ങാം. കൊത്തമര നടാം. നമ്മൾ ആദ്യമേ കൊത്തമരയുടെ വിത്ത് നട്ട് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. ഒരു കുഴിയിൽ 2 ഇടം വെച്ചിടണം കേട്ടോ. ഇന്ന് കൃഷിക്ക് തുടക്കം കുറിക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് പുരയുടെ കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്ത് വിത്താ നട്ട് തുടങ്ങുന്നേ? ഓക്കെ, നട്ടോളൂ. ഒരു കുഴിയിൽ 2 വിത്ത് വെച്ചിട്ടോ കേട്ടോ. ഒരു വിത്തും കൂടി ഇട്ടോ. നിങ്ങളാണ് തുടക്കക്കാര് കേട്ടാ. വിത്ത് അപ്പൊ നമ്മൾ ഒരു വരി നട്ടില്ലേ? അടുത്ത വരി കൂടെ നടന്നാ. എത്ര നട്ട്? കണ്ട, ഇതുപോലെ ഞങ്ങള് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ വിത്തിട്ടങ്ങ് മൂടിയാ. ഇതിൽ തക്കാളിയും പച്ചമുളകും വഴുതണങ്ങ മാത്രമേ തൈ നട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാം വിത്താണ് ഇടുന്നത്. അവിടെ ഇട്ടതാ കൂട്ടാ. അപ്പൊ കാന്തകൾ 2 കൂടി അമരയ്ക്ക നട്ട് തുടക്കം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അമ്മയോടെ വെള്ളം ഒഴിക്കാൻ വരുമെന്നോ? ആവശ്യം മിണ്ടുന്നില്ലേ? വരുമോ? ബാക്കി അമ്മ നമുക്ക് നടാം. അമ്മ നടാം കേട്ടാ. അടുത്ത കുറച്ച് പാവൽ ചേച്ചി ഇവിടെ നട്ടിട്ടുണ്ട്. ദീപ ചേച്ചി കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പം ബാക്കി കുറച്ച് ഹോൾ കിടപ്പുണ്ട് താഴോട്ട്. കാണിച്ചേ. അപ്പം അവിടെ കൂടെ നമുക്ക് ഇല്ലാത്ത സ്ഥലത്ത് നല്ല വെള്ള പാവലാണ്. അത് പുഴല്ലേ പാവൽ ഇപ്പോണ്ട്. താണ്ടെ നല്ല സീഡാണ്. ഇപ്പൊ പാവലിന്റെ വിത്ത് നടാം. ബാക്കൂട്ടപ്പം അമ്മ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഒരു കുഴിയില് 2 വിത്ത് വെച്ച് നട്ടോ. അമ്മ കാണിച്ചു തരാം, നോക്കിക്കോ. പാവലിന്റെ വിത്താണ് നടുന്നതാണേ. പാവൽ നമ്മൾ ഇച്ചിരി ഇതുപോലെ 2 കുഴി എടുക്കണം. കണ്ടോ? ഇനി നോക്ക് നോക്ക്. എന്നിട്ട് ഈ കുഴിയിൽ ഒരെണ്ണം, ഈ കുഴിയിൽ ഒരെണ്ണം, എന്നിട്ട് ഇങ്ങനെ മൂടണം. പാവല് വിത്ത് കിളിക്കാൻ 8 ദിവസമൊക്കെ എടുക്കുമെങ്കിലേ നമ്മൾ പാവലിന്റെ വിത്ത് കിളിക്കത്തുള്ളൂ. അതുവരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടാ. നീ ഈ കുഴി മോള് നട്ടേ. പാവലിന്റെ വിത്ത് തൊട്ടേ കേട്ടോ. ആദ്യമേ ഇവിടെ ഒരു കുഴി, പിന്നെ ഇവിടെ ഒരു കുഴി, വിത്തിട്ടോ, പിന്നെ ഇവിടെ ഒരു വിത്ത്, ഇവിടെ ഒരു വിത്ത്. ഇത്രയേ ഉള്ളൂ. ഈ വരി മൊത്തം 2 വരി പാവല് നട്ടിട്ട് ഓടി വരാം. അപ്പൊ ഞങ്ങൾ 2 കൂടി പാവല് നട്ടിട്ട് ഓടി വരാം. അവിടെ ഉണ്ട് പാവല്. ഇവിടെ നട്. അവിടെ അയ്യോ, തീർന്നു പോയി.
സാരമില്ല. ഇവിടെ ഒരെണ്ണമുണ്ട്, അതിൽ നമുക്ക് ഒരു വിത്ത് നട്ട് കൊടുക്കാം. പാവലിന് വിത്തൂടി നട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് പടവലം നടാം. പടവലം നല്ല ബേബി പടവലത്തിന്റെ വിത്താണ്. അപ്പൊ ഇതിട്ട് കൊടുക്കാം. അതും അതുപോലെ നമുക്ക് ഒരു കുഴി രണ്ടെണ്ണം നമുക്ക് ഇട്ട് നോക്കൂട്ടാ. പാവല് നട്ടില്ലേ? അതുപോലെ തന്നെ പാവയ്ക്ക നട്ടില്ലേ? അതുപോലെ തന്നെ പടവലവും നടുന്നത്. നോക്കേ അവള് കറക്റ്റ് ആണ് നടന്നേന്ന്. ഒന്നല്ല രണ്ടെണ്ണം വെച്ച് നട്ട് ഇവിടെ കുറച്ച് പയറിന്റെ വിത്തുണ്ട്. പയറിന്റെ വിത്ത് ഇടാം. പച്ച പയറ. ഓക്കെ. ചുവപ്പല്ല, പച്ച. എറുമ്പുണ്ട്. എറുമ്പ് കൊണ്ടോന്ന് അറിയാൻ പറ്റും. ഒരു 3 എണ്ണം വെച്ചിട്ടോ കേട്ടാ. എറുമ്പുണ്ട്, അപ്പൊ എറുമ്പുണ്ടോ? എറുമ്പിന്റെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ. എറുമ്പ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിർത്തിട്ട് ഇടാം, അതായിരിക്കും നല്ലത്. രണ്ടുമൂന്നെണ്ണം കിടക്കും. ഇല്ല ഇല്ല, 3 എണ്ണം വെച്ചൊക്കെ നട്. തീർന്നാ വിത്ത്? ഒരെണ്ണം കൂടെ താത്തിയിരുന്നു. ഇവിടെ ഇല്ല, ഇവിടെ നട്ടു. ഇവിടെ ഒരെണ്ണം കൂടെ ഒന്നും മതി. അതിട്ട കുഴപ്പമില്ല. പച്ച കുക്കുംബറ. ഇപ്പൊ വരും. ഇത് കുക്കുംബറിന്റെ വിത്താണ് നടുന്നത്. കുക്കുംബറിന്റെ വിത്തിന്റെ പോയാ എന്താ നടിയാ? കാണിക്ക് വെണ്ടയുടെ കവർ കാണിക്ക്. നല്ല നാംദാരിയുടെ ഗ്രീൻ ഗോൾഡ് പ്ലസ് എന്ന് പറഞ്ഞ നല്ല ഇനമായിരിക്കും. നാംദാരി സീഡല്ലേ. അപ്പം നട്ടു കൊടുക്കാം. ഒരു കുഴിയിൽ എത്രണ്ണം വെച്ചാ? നട്ടോ. അവിടെ പോകുമ്പോ എടുക്കാൻ തീരായി നട്ട്. വേണ്ട, ഈ കുഴി ഇത് കീരി കയറി ഞങ്ങൾ ഷീറ്റ് ഇട്ടിട്ട് കീരി കയറി നശിപ്പിച്ച. ഇവിടെ ഈ കുഴിയിലടി വാച്ചി. ഓരോ തൈ നട്ടാൽ മതി, ഓരോ വിത്ത്. ഇച്ചിരി നല്ലപോലെ അവിടെ വേണ്ട, ഇച്ചിരി ആഴത്തിൽ, ഇച്ചിരി കുറച്ചുകൂടെ ആഴത്തിൽ. ആ പ്ലാസ്റ്റിക് മാറ്റി മതിയാ. നട്ടോ ചീ. ചുമ്മാ അയക്കുന്നവിടെ മണ്ണി കളിച്ചോണ്ടിരിക്കുന്നു. ഒരു കുത്തു അങ്ങേറ്റം വരെ കുത്തിയിട്ട് വരും. ഇതാണ് പുരയിടത്തിന്റെ ഓണർ. ഹലോ.
ഇങ്ങോട്ട് വാ. ഇട് നമ്മളെ ബാബുച്ചേട്ടൻ തന്നെ വിത്താ. ആ ഹാ ഹാ ഊരുവെണ്ട ഇടുന്ന മംഗലാപുരം ഊരുവെണ്ട. ഈ ഫുള്ള് പണയില് വെണ്ട എങ്ങടാന്ന് വിചാരിക്കുക. ആ നമ്മുടെ വീട്ടിൽ ഇത്രയുള്ള ഇന്ന് നട്ടത് കൊത്തമര, പാവയ്ക്ക, പാവൽ, ആ കുക്കുംബർ, വെണ്ട, പടവല. ഇത്രയാണ് ഇന്ന് നട്ടത്. ഇനി നമ്മള് വീണ്ടും നമ്മള് കൃഷി തുടങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കേ, അപ്പൊ ടാറ്റ ബൈ ബൈ. അപ്പൊ ഞങ്ങള് വീണ്ടും പുരയുടെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ. അപ്പൊ ഞങ്ങളിന്ന് പാവല്, പടവലം, കൊത്തമര, കുക്കുംബർ, പയറ്, വെണ്ട, അപ്പൊ ഇത്രയും വിത്തുകൾ നട്ടിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പണം അവിടെ ഉണ്ട്. അവിടെ തക്കാളിയും മുളകും കൂടെ നടാന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ടാറ്റ.